ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ക്യാരറ്റും മുളകും വെച്ചുകൊണ്ടുള്ള നല്ലൊരു അച്ചാറാണ്. ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ ആയിട്ടുള്ള ഒന്നാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യാനും ആരും മറക്കരുത്. എന്നാൽ ശരി, നമുക്ക് വേഗം റെസിപ്പിയിലേക്ക് പോകാം. നമ്മുടെ ഈ അച്ചാർ തയ്യാറാക്കിയെടുക്കാനായിട്ട് വളരെ സിമ്പിളാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതുപോലൊരു കടായി ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് ഫസ്റ്റ് ചേർത്ത് കൊടുക്കേണ്ടതാണ് ഇതുപോലെ 1 ടേബിൾ സ്പൂൺ നിറയെ മുഴുവൻ മല്ലി. അതുപോലെ തന്നെ പിന്നെ കൂടെ വേണ്ടതാണ് 1 ടീസ്പൂൺ നിറയെ മുഴുവൻ കുരുമുളകും കൂടി. കൂടെ തന്നെ 1 ടീസ്പൂൺ പെരുംജീരകം കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്, അതും ചേർക്കാം. ഇതിലേക്ക് ചേർക്കുന്ന എല്ലാം മുഴുവനായിട്ടുള്ളതാണ് ചേർക്കാനായിട്ട് കേട്ടോ. അതേപോലെ തന്നെ 1 ടീസ്പൂൺ ചെറിയ ജീരകം കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. കൂടെ തന്നെ പിന്നെ വേണ്ടതാണ് 1/4 ടീസ്പൂൺ അളവിൽ മുഴുവൻ ഉലുവയും കൂടി, അതും കൂടി ചേർക്കാം. അപ്പോൾ ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ ഇതെല്ലാം കൂടി ഒന്ന് വറുത്ത് കൊടുക്കാം. ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെച്ച് കൊടുത്തിട്ട് തന്നെ നമുക്കിതെല്ലാം ഒന്ന് വറുത്തെടുക്കാവുന്നതാണ്. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെക്കാൻ വേണ്ടി നിൽക്കേണ്ട, കാരണം വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് ഇതിൻ്റെ പുറം ഭാഗം എല്ലാം കരിഞ്ഞു പോകും. അപ്പോൾ അതിൻ്റെ ടേസ്റ്റും ആകെ മാറും. അതിൻ്റെ പേരിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ പൊട്ടിത്തുടങ്ങും കേട്ടോ. അങ്ങനെ ഇതുപോലെ പൊട്ടുന്ന ആ ഒരു സൗണ്ട് കേൾക്കുന്നവരെ മാത്രം ഒന്ന് വറുത്തെടുത്താൽ മതിയാവും. ഇത്രയും വറുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതെല്ലാം ഒന്ന് മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് നല്ലതുപോലെ ഒന്ന് പൊടിച്ച് മാറ്റി വെക്കാം. ഇനി നമുക്ക് വേണ്ടത് വീണ്ടും അതേ കടായിലേക്ക് തന്നെ എണ്ണ ചേർത്ത് കൊടുക്കാം. അച്ചാറിന് എപ്പോഴും കുറച്ച് കൂടുതൽ എണ്ണ നമുക്ക് ആവശ്യമായിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് കടുക് പരിപ്പ്. 1/4 കപ്പ് അളവിൽ കടുക് പരിപ്പ് ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്. സാധാരണ നമ്മുടെ കറുത്ത കടുകുണ്ടല്ലോ, ആ കടുകിൻ്റെ പരിപ്പാണ്. അതായത് ആ കടുക് മാത്രമേ ഉള്ളൂ എങ്കിൽ ആ കടുക് ഒന്ന് ചൂടാക്കിയതിന് ശേഷം ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താലും മതിയാവും. അതിൻ്റെ തോട് മാറ്റുമ്പോഴാണ് ഇതുപോലെ മഞ്ഞ കളറിൽ നമുക്ക് വരുന്നത്. ഇനി നമുക്ക് ഈ കടുക് പരിപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ എല്ലാം കൂടി ഒന്ന് വഴറ്റി കൊടുക്കാം. നന്നായിട്ട് ഒന്ന് ചൂടായി വരട്ടെ. ഫ്ലെയിം നല്ലതുപോലെ കുറച്ച് വെച്ച് കൊടുത്തിട്ടൊന്ന് ചൂടാക്കിയെടുത്താൽ മതിയാവും. നമ്മുടെ ഈ കടുക് പരിപ്പിൻ്റെ കളറൊക്കെ ഒന്ന് ലൈറ്റായിട്ട് ഇതുപോലെ ഒന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയം ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് അത്യാവശ്യം വലിയ പീസ് അളവിലൊരു ഇഞ്ചി എടുത്തിട്ട് ഇതുപോലെ ഒന്ന് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതും കൂടി ചേർക്കാം. അതും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഒരുപാട് സമയത്ത് വഴറ്റേണ്ട ആവശ്യമില്ല. ഇഞ്ചിയുടെ ആ ഒരു പച്ച ടേസ്റ്റ് മാറുന്നവരെ മാത്രം ഒന്ന് വഴറ്റി കൊടുത്താൽ മതിയാവും. കൂടെ തന്നെ അതുപോലെ പിന്നെ നമുക്ക് വേണ്ടതാണ് 3 ക്യാരറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. വലിയ ക്യാരറ്റിലൊരു 3 ക്യാരറ്റ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് നീളത്തിനൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതും കൂടി ചേർക്കാം. കൂടെ തന്നെ 20ഓളം പച്ചമുളകും കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. പച്ചമുളകിൻ്റെയൊക്കെ ആ സെൻറ്റർ വെച്ചിട്ട് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് വരഞ്ഞിട്ട് വേണം നമ്മൾ ഇതിലേക്ക് ഇടാനായിട്ട്, എങ്കിൽ മാത്രമേ അതിൻ്റെ ആ എരിവ് അതിൽ കറക്റ്റായിട്ട് ഇറങ്ങുള്ളൂ. ഇനി നമുക്കിതെല്ലാം വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് വഴറ്റി കൊടുക്കാം. ഒരുപാട് സമയം ഇട്ട് നമ്മളിത് വഴറ്റേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും കൂടി. നമുക്കിതിലേക്ക് മുളക് പൊടി അധികമൊന്നും ആവശ്യമില്ല, കാരണം പച്ചമുളക് തന്നെ എരിവായിട്ടുണ്ട്. അധികം എരിവില്ലാത്ത മുളക് പൊടിയാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 1/4 ടീസ്പൂൺ അളവിൽ കായപ്പൊടിയും കൂടിയാണ്. കൂടെ തന്നെ നമ്മുടെ ഈ അച്ചാറിന് ഇത്രയും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി. ഉപ്പ് ഇതിലേക്ക് അധികമായിട്ട് ആവശ്യമില്ല, നമുക്ക് എത്രത്തോളം ടേസ്റ്റിന് വേണമെന്ന് നോക്കി വേണം ചേർക്കാനായിട്ട്. ഇതെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റി കൊടുക്കാം. ഫ്ലെയിം ഞാനിപ്പോൾ നല്ലതുപോലെ കുറച്ചാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഒരുപാട് ഫ്ലെയിം വെച്ചിട്ട് നമ്മുടെ ഈ ക്യാരറ്റും പച്ചമുളകും ഒന്നും അധികം വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരുന്നതെല്ലാം മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് ഞാനിപ്പോൾ ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്, അതും കൂടി. മസാലയും ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം.
ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എല്ലാ മസാലയും നമ്മുടെ ക്യാരറ്റിലേക്കും മുളകിലേക്കും ഒന്ന് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് വേണ്ടതാണ് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ വിനാഗിരിയും കൂടി. നമ്മൾ ഈ വിനാഗിരി ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും നല്ലൊരു പുളി ഉണ്ടാവും. അതുപോലെ തന്നെ ഇത് കേടാകാതെ ഇരിക്കാനും വിനാഗിരി അല്പം ആവശ്യമായിട്ടുണ്ട്. കൂടെ തന്നെ അതേ അളവിൽ ഒരല്പം ശർക്കരയും കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. ശർക്കര ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും ഈ എരിവും പുളിയും ഒക്കെ നമുക്ക് നല്ലതുപോലെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി വീണ്ടും ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിന് ശേഷം പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാവുന്നതാണ്. നന്നായിട്ട് തണുത്തതിന് ശേഷം ഒരു ഗ്ലാസ് ബോട്ടിലിൽ സൂക്ഷിക്കാവുന്നതാണ് കേട്ടോ. പുറത്താണെന്നുണ്ടെങ്കിൽ പുറത്ത് വിനാഗിരി ചേർത്തതിൻ്റെ പേരിൽ പെട്ടെന്ന് കേടാകില്ല, പുറത്തും സൂക്ഷിക്കാം. ഫ്രിഡ്ജിലാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി കൂടുതൽ നാൾ നമുക്കിത് കേടാകാതെ ഇരിക്കും. ചോറിൻ്റെ കൂടെയൊക്കെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ് കേട്ടോ. ചോറിൻ്റെ കൂടെ ആണെങ്കിലും ചപ്പാത്തിയുടെയൊക്കെ കൂടെ നല്ല സൂപ്പറായിട്ട് നമുക്ക് സൈഡായിട്ട് വെച്ച് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഫ്രിഡ്ജിലാണെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ നാൾ കേടാക്കാതെ ഇരിക്കും. അപ്പോൾ ഇതുവരെയും ക്യാരറ്റും മുളകും കൊണ്ട് ഇതുപോലൊരു അച്ചാർ തയ്യാറാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്ക് മറക്കാതെ ഒന്ന് അറിയിക്കുകയും വേണം. ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഷമീസ് കിച്ചൻ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാർ വീഡിയോ ആയിട്ട് നാളെ 2 മണിക്ക് കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്.